ഫെഫ്ക ഗുണ്ടാ സംഘത്തെ പോലെ പ്രവർത്തിക്കുന്നതായി നിർമ്മാതാവ് സാന്ദ്ര തോമസിന്റെ ആരോപണം. പ്രൊഡക്ഷൻ കൺട്രോളർ റെന്നി ജോസഫ് വധഭീഷണി മുഴക്കിയെന്നും പറയുന്നു സാന്ദ്ര. പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല എന്നും സാന്ദ്ര ആരോപിക്കുന്നുണ്ട്. സാന്ദ്രയുടെ പ്രതികരണം. ഞാൻ സാന്ദ്ര തോമസിനെ വിളിച്ചു, സംസാരിച്ചു. അവര് പറഞ്ഞു ഭയങ്കര ഇതാണ്. ഞാൻ പറഞ്ഞു സാന്ദ്ര, നീ കൂടുതൽ വിളയണ്ട. അപ്പൊ നിങ്ങൾ ആരാണ്? നീ വിളഞ്ഞ നീ ഒരു പെണ്ണല്ലടേ എന്ന് ചോദിച്ചു. നീ എനിക്കൊരു കേസെടുക്ക്. ഈ സാന്ദ്ര കൂടുതൽ വിളഞ്ഞ ഈ സാന്ദ്ര, ഞാൻ പറഞ്ഞു നീ കൂടുതൽ വിളഞ്ഞ നിന്നെ തല്ലിക്കൊന്ന് കാട്ടിക്കളെ എന്ന് പറഞ്ഞു. നീ ഞങ്ങളെ പറ്റി പ്രൊഡക്ഷൻ കൺട്രോളർമാര് സിനിമയിൽ വേണ്ടെന്ന് പറഞ്ഞാൽ നീ ആരാണെന്ന് ചോദിച്ചപ്പോ അവളുടെ മുണ്ടാട്ടം മുട്ടി. ഞാൻ പറഞ്ഞു ഞാൻ നിന്റെ അപ്പനെ തോമസിനെ എടുക്കും. ഇവള് വലുതായി കുറച്ച് സൗന്ദര്യം. തോമസ് ഡ്രൈവർ ആയിരുന്നപ്പോ ഈ ഡ്രൈവർക്ക് ജോലി കൊടുത്തതാണ് ഞങ്ങൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്ന ആളുകള്. ഇവള് ഒന്ന് വേദനിക്കണം, ദുഃഖിക്കണം. അതുകൊണ്ട് അവന്റെ പ്രൊഡക്ഷൻ കൺട്രോളറുടെ ഭീഷണി സന്ദേശമാണ് ഈ കേട്ടത്. അപ്പൊ തന്നെ തോമസ് ജോസഫ്, അദ്ദേഹം സാന്ദ്രയുടെ പിതാവ്, റെനി ജോസഫ് പറഞ്ഞ കാര്യങ്ങളാണ്. അതേക്കുറിച്ചാണ്. അരുൺ ശങ്കർ ഉണ്ട് നമുക്കൊപ്പം വിവരങ്ങളുമായി. അരുൺ, നേരത്തെയും സിനിമാ മേഖലയിലെ ചില ദുഷ്ചെയ്തികൾക്കെതിരെ മാഫിയ സ്വഭാവത്തിൽ പലരും പ്രവർത്തിക്കുന്നു എന്നതിനെതിരെ പരസ്യമായ രംഗത്ത് വന്നിട്ടുണ്ട് സാന്ദ്ര തോമസ്. ഇപ്പോൾ സംഭവിച്ചെന്താണ്? ഈ ഭീഷണി, അതുമായി ബന്ധപ്പെട്ട ഈ പരാതിയിൽ ഗൗരവതരമായ ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ? രതീഷ്, ഈ സിനിമയ്ക്ക് പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ ആവശ്യമില്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം സാന്ദ്ര തോമസ് നടത്തിയിരുന്നു. അതിന് പിന്നാലെ സാന്ദ്ര തോമസിനെതിരെ പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ സംഘടന മാനനഷ്ടത്തിന് കേസ് കൊടുത്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു ഓഡിയോ സന്ദേശം പുറത്തു വരുന്നത്. അതായത് ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ നടത്തിയ ഒരു സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ വളരെ മോശമായിട്ടാണ് സാന്ദ്ര തോമസിനെ വിശേഷിപ്പിക്കുന്നത്. അത് മാത്രമല്ല, വധഭീഷണി ഉൾപ്പെടെയുള്ളവ മുടക്കുകയും ചെയ്തിട്ടുണ്ട്. സാന്ദ്ര തോമസിനെതിരെ മാത്രമല്ല, അവരുടെ അച്ഛനെതിരെയും അത്തരത്തിലുള്ള സമാനമായ ഭീഷണികൾ മുഴക്കിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ മാർച്ച് മാസം സംഭവിച്ചതാണ്. അന്ന് അവർ ഈ ഓഡിയോ സന്ദേശം ഉൾപ്പെടെ പാലാരിവട്ടം പോലീസിന് പരാതി നൽകിയിരുന്നു. പക്ഷേ പരാതി നൽകിയിരുന്നെങ്കിലും അതിൽ കേസ് എടുക്കാൻ പോലീസ് തയ്യാറായില്ല. 2 മാസത്തോളം ഇതിൽ കേസ് എടുത്തില്ല എന്നുള്ളതാണ് സാന്ദ്ര തോമസ് പറയുന്നത്. കാരണം ഈ ഘട്ടത്തിലൊക്കെ തന്നെ തനിക്ക് എന്തും സംഭവിക്കാവുന്ന അവസ്ഥയായിരുന്നു. ഈ റെനി ജോസഫ് എന്ന് പറയുന്ന ആൾ തന്നെ വകവരുത്തുമെന്നാണ് അത് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ 2 മാസത്തിനിടയിൽ എന്ത് സംഭവിക്കാമായിരുന്നു. പക്ഷേ പോലീസ് ഒരു ചെറുവിരൽ അനക്കിയില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഫെഫ്ക ജനറൽ സെക്രട്ടറിയുടെ സ്വാധീനമാണെന്നുള്ളതാണ്. ഫെഫ്ക ഒരു മാഫിയ സംഘത്തെ പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അവർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. മാഫിയ സംഘത്തെ പോലെ പ്രവർത്തിക്കുന്നു എന്നതാണ് സാന്ദ്ര തോമസിന്റെ വാക്കുകൾ. അരുൺ ശങ്കറാണ് കൊച്ചിയിൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അരുണുമായി നേരത്തെ സാന്ദ്ര സംസാരിച്ചിരുന്നു. ഈ സംഭവത്തിൽ സാന്ദ്ര തോമസ് പറയുന്നത് എന്താണ് എന്ന് കൂടി നമുക്ക് കേൾക്കാം. പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ സംഘടന സാന്ദ്ര തോമസിനെതിരെ പരാതി നൽകിയതിനു ശേഷം ഇപ്പോൾ അവർ തന്നെ സാന്ദ്ര തോമസിനെ ഭീഷണിപ്പെടുത്തി എന്നുള്ളൊരു ആരോപണമാണ് വരുന്നത്. ഒരു ഓഡിയോ പുറത്തു വന്നു. ആ ഓഡിയോയിൽ താങ്കളെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതെ, അത് പലരും എന്നെ വിളിച്ചിരുന്നു. എന്നെ വിളിച്ച് എന്തിനാണ് അങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഞാൻ അവരോട് തിരിച്ച് ഞാൻ മറുപടി, ചേട്ടാ ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്, എന്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, നമ്മൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലൊക്കെ ചെന്നാലും എല്ലാവരും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാറുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഈ ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട്, റെന്നി ജോസഫ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളർ, പുള്ളി ഇന്ന ആളാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എന്നോട് സംസാരിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കിപ്പോ സംസാരിക്കാൻ പറ്റില്ല, ഞാൻ കുട്ടികളെ ഉറക്കിക്കൊണ്ടിരിക്കും. ഒരു ആദ്യത്തെ കോള് വരുന്ന ഒരു 10:15 ശേഷമായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ നമുക്ക് പിന്നെ നാളെ സംസാരിക്കാൻ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിന്നെയും വിളിച്ചുകൊണ്ടിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി കള്ളു കുടിച്ചിട്ട് എന്തോ വിളിക്കുന്നതാണ്. അപ്പം പുള്ളി ഇങ്ങനെ എടുത്തിട്ട് ഞങ്ങളെ പറ്റി അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചു തുടങ്ങാൻ. ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല, നാളെ സംസാരിക്കും. ഇപ്പൊ ഒരു 11:15 ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ പോലീസിൽ വിളിച്ചു.